ആവേശപൂർവ്വം സെന്റ് തോമസ് കാത്തലിക് കൺവെൻഷൻ 2009 കടന്നു വന്നവർക്ക് വീണ്ടും സ്വാഗതം പറയുകയാണ്. ഒപ്പം തന്നെ ഇവിടെ മനോഹരമായ കലാപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിഗൗരവമുള്ള വിഷയങ്ങൾ പറഞ്ഞിട്ട് അതിൻ്റെ സങ്കീർണതകൾ വർദ്ധിപ്പിക്കുകയല്ല, ആഹ്വാനം ചെയ്യാൻ വേണ്ടിയോ മറ്റു കാര്യങ്ങളോ അല്ല. നമ്മൾ കൺവെൻഷൻ ഇവിടെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതിന് ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു രാവിലത്തെ. അത് ഒരു ചർച്ചാ സമ്മേളനമായിരുന്നു. ഇതുപോലെ UK-യിലെ കൺവെൻഷനുകളിലോ വിശ്വാസ പ്രമാണങ്ങൾ നമ്മളുടെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു കാര്യം. സൈമൺ സ്കോട്ട് പിതാവ് ഈ ആശയം മുമ്പോട്ട് ഒരു വർഷം മുമ്പ് മിഡിൽസ്ബറോ വന്നപ്പോൾ ന്യൂകാസിൽ സന്ദർശിക്കുകയും ഈ ഭാഗത്ത് ഇത്രയും കുടുംബങ്ങൾ വളരെ സജീവമായിട്ട് ഈ പ്രത്യയശാസ്ത്രവുമായിട്ട് മുമ്പോട്ട് പോയിട്ടുള്ള വിശ്വാസ സംഹിത മനസ്സിലാക്കിയപ്പോൾ ആ പിതാവിൻ്റെ ആഹ്വാനമാണ് UK-യിൽ ഒരു കൺവെൻഷൻ ഉണ്ടാകണം എന്നുള്ളത്. രണ്ടാമത് ഈ ആശയങ്ങൾക്ക് പാലാത്ര പിതാവ് നെഞ്ചേറ്റി ഈ പ്രസ്ഥാനത്തെ കുറേ മുമ്പോട്ട് കൊണ്ടുപോയി കുറേ ഉപദേശങ്ങളും മറ്റു കാര്യങ്ങളും രൂപതാ തലത്തിലുള്ള ആശയങ്ങളും നമുക്ക് പകർന്നു. ഏറ്റവും അവസാനം വന്ന പെരുന്തോട്ടം പിതാവ് ഇത് കേരളത്തിലെ സെനഡിലെ കരട് രൂപം ചർച്ച ചെയ്യുന്ന സമിതിയിൽ അറക്കൽ പിതാവും ദിവ്യശ്രേഷ്ഠരായ പുരോഹിതന്മാര് സഭാപിതാക്കന്മാർ ഒത്തുകൂടുന്ന സഭയിൽ വെച്ചിട്ട് ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നുള്ള ധീരമായ ആഹ്വാനം നമുക്ക് ഇന്നും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ചില ഛിദ്രശക്തികൾ എനിക്കിവിടെ വരുന്നതിൽ തടസ്സമായിട്ട് നിൽക്കുന്നു. നിങ്ങൾക്ക് ഗുണമാണ്, എൻ്റെ പ്രാർത്ഥനകളുണ്ട്, ആശംസകളുണ്ട്. ഇങ്ങനെ കഴിഞ്ഞ ഒരു വർഷക്കാലത്ത് സുഖദുഃഖങ്ങളുടെ ഇരുളും നിലാവുമായി പെയ്തൊഴിഞ്ഞ ഒരു വർഷമാണ് കടന്നുപോയത്. പ്രവർത്തനങ്ങളുടെയും UK-യുടെ എല്ലാ ഭാഗത്തുള്ള ആളുകളെ വിളിക്കുകയും 10-200 വീട്ടുകാരെ കുടുംബങ്ങളെ വിവരങ്ങൾ അറിയിക്കുകയും ചെയ്തു. അതിൽ നിന്ന് ഇവിടെ ആരും അതിനകത്തുള്ള വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. നോർത്ത് ഈസ്റ്റിൽ നിന്നും പിന്നെ ലണ്ടനിൽ നിന്നും UK-യുടെ പല ഭാഗങ്ങളിൽ നിന്നും വന്ന 85ഓളം പ്രതിനിധികൾ ആവേശപൂർവ്വം ചർച്ച ചെയ്ത കാര്യങ്ങൾ ഇവിടെ പറഞ്ഞില്ലെങ്കിൽ അത് നന്ദികേടായി മാറും. ഈ പരിപാടിയുടെ ആത്മാവ് അതാണ്. അതുകൊണ്ട് അവിടെ എടുത്ത ചില തീരുമാനങ്ങൾ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഏറ്റവും പ്രധാനമായിട്ട് ഈ കൺവെൻഷന് തുറന്നു പോകണം. അടുത്ത വർഷം മാഞ്ചസ്റ്റർ, ലണ്ടൻ, ലിവർപൂൾ 3 സ്ഥലങ്ങൾ ഇതിനു വേണ്ടി കോമ്പീറ്റ് ചെയ്യുകയാണ്. അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. കൈകൊട്ടി വിളിച്ചു കഴിഞ്ഞാൽ 400 വീട്ടുകാർ വരും. ഇത്ര ഒരു കൺവെൻഷൻ നടത്താൻ അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഇവിടെയാണ് പ്രശ്നങ്ങളുള്ളത്, സങ്കീർണമായ പ്രശ്നങ്ങളുള്ളത്. അപ്പോൾ ഈ 3 പേര് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഒരാൾക്ക് കൺവെൻഷൻ അടുത്ത വർഷം കൊടുക്കും. ഈ അടുത്ത വർഷം ഇതുപോലൊരു ഫോറൻ പ്രസംഗം പ്രസംഗിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയുമില്ല. പക്ഷേ അവിടെ UK-യുടെ പല ഭാഗത്തു നിന്ന് രാത്രി മുഴുവൻ ഡ്യൂട്ടി ചെയ്തിട്ട് 12 മണിക്കൂർ ഡ്യൂട്ടി ചെയ്തതിനു ശേഷം കാർ ഓടിച്ച് 6 മണിക്കൂർ കാർ ഓടിച്ച് വന്ന പ്രതിനിധികൾ പറഞ്ഞ കാര്യങ്ങളുടെ ഹൃദയ തുടിപ്പുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് പറഞ്ഞില്ലെങ്കിൽ അതൊരു നന്ദികേടാകും. നിങ്ങളുടെ ഈ നല്ല പരിപാടികൾക്കിടയിൽ ഗൗരവമുള്ള ഒരു സജീവ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളുടെ ആത്മാവിനെ ക്ഷണിക്കുകയാണ്. തീരുമാനങ്ങൾ ഇതായിരുന്നു. ഒന്ന്, നമ്മൾക്ക് ഇവിടെ ഒത്തിരി കൊള്ളരുതായ്മകളെല്ലാം കൂടെ പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. UK-യിൽ ഒരു RC രൂപത സ്ഥാപിക്കുക. അതിനൊരു സ്വന്തമായി മെത്രാൻ വേണം. 35,000-ഓളം വരുന്ന 35,000 ക്രിസ്തവ കുടുംബങ്ങൾ, 1,75,000-ഓളം വരുന്ന കത്തോലിക്കർക്ക് ഒരു രൂപത വേണം. 10-25 അച്ഛന്മാർ വേണം. അങ്ങനെ അമേരിക്കയിലെയും കല്യാണിലെയും കേരളത്തിലുള്ളതുപോലെ ബൃഹത്തായ 1,75,000 ക്രൈസ്തവ വിശ്വാസികൾക്ക് അവർ ആർജിച്ചിരിക്കുന്ന വിശ്വാസം അടുത്ത തലമുറയ്ക്ക് ഭംഗിയായിട്ട് നിർവഹിക്കാനുള്ള ചൈതന്യം ഉണ്ടാകാൻ വേണ്ടിയുള്ള വളരെ സങ്കീർണമായിട്ടുള്ള ചർച്ചകൾ അവിടെ നടന്നു. അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ കാര്യങ്ങളാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുട്ടികളുടെ വേദപാഠത്തിൻ്റെ കാര്യങ്ങൾ, അതുപോലുള്ള ഒരു പ്രാർത്ഥനാ കൂട്ടായ്മകൾ എല്ലാ മേഖലകളിലും ഉണ്ടാകണം. ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് പ്രസിഡന്റ്, സെക്രട്ടറി ഒന്നുമില്ല. എല്ലാ മേഖലയിൽ നിന്നുള്ള 51 പ്രതിനിധികൾ അവരുടെ ഹൃദയരക്തത്തിൽ മുക്കി അവർ ഉറപ്പ് വന്നിരിക്കുകയാണ്. അടുത്ത വർഷം കൺവെൻഷൻ നടക്കും. അത് എവിടെ വെച്ചായിരിക്കും എന്നുള്ള തർക്കം മാത്രമേ ഇനിയുള്ളൂ. ഇത് ആളി കത്തുകയാണ്. അതിനോടൊപ്പം തന്നെ അവിടെ ഈ 51 കമ്മിറ്റിയെ ഏകോപിപ്പിക്കാൻ വേണ്ടി എടുത്ത ചില വ്യക്തികളുടെ അവരുടെയൊക്കെ സ്ഥലപ്പേരുകൾ പറയുന്നില്ല, സമയം പോകുന്നതുകൊണ്ട്. ഏറ്റവും കൂടുതലായിട്ട് ഈ പരിപാടിയെ ഇത്തരം ഒരു അത്യുജ്വല വിജയമാക്കി തീർത്ത സേവ്യർ പള്ളുരുത്തിയ കമ്മിറ്റിയിലേക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അതിന് ബിഗ് ഹാൻഡ് കൊടുക്കണം. സേവ്യർ പള്ളുരുത്തി ഈ കമ്മിറ്റി ഉണ്ടായിരിക്കണം, അദ്ദേഹത്തിൻ്റെ ആത്മാവും ഹൃദയരക്തവുമാണ് ഈ പ്രസ്ഥാനം എന്ന് പറഞ്ഞപ്പോൾ അതിന് ബിഗ് ഹാൻഡ് കൊടുത്തിരിക്കണം. ഒന്നത്. പിന്നെ ന്യൂകാസിൽ നിന്ന് പ്രവർത്തിച്ച ഏറ്റവും സജീവമായി പ്രവർത്തിക്കുന്ന പോൾ സെന്റ് ജോൺ, പിന്നെ അങ്ങനെ തുടങ്ങുന്ന ജിൻഡി ജോസ്, അങ്ങനെ തുടങ്ങുന്ന ദീർഘമായ നിര ഇതിൻ്റെ കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരിക്കണം. പക്ഷെ അവരൊക്കെ പറഞ്ഞു പല പ്രവർത്തനങ്ങളുണ്ട്, മറ്റുള്ളവർക്ക് പ്രവർത്തിക്കാൻ അവസരം കൊടുക്കണം. പക്ഷേ
കുറച്ചെങ്കിൽ ഇവരിതിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ്. ഞാൻ ആ പേരുകളൊന്ന് ലളിതമായിട്ട് പറയുകയാണ്, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം സമയം കൊല്ലുന്നതിൽ. സേവ്യർ പള്ളുരുത്തി, ബിജു ജോസഫ്, ടോമി പുതുക്കാട്ട്, റീസ മാത്യു, ബിജു മാത്യു, ജെറി ജോസ്, ഡോക്ടർ സാജൻ, മിസ്റ്റർ അപ്പച്ചൻ, മിസ്റ്റർ ജോൺ ജോസഫ്, മിസ്റ്റർ വിൻസെന്റ് മാത്യു, സ്റ്റാൻലി, ഡെന്നി ജോസഫ്, ടോമി, റെജി എന്ന് തുടങ്ങിയിട്ട് 51 പ്രതിനിധികളുടെ ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടായിക്കഴിഞ്ഞു. ആ കമ്മിറ്റിക്ക് എല്ലാ ഹൃദയത്തിലും മുങ്ങിയ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള എല്ലാ സൗഹാർദ്ദം കൊടുക്കുന്നത് ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ പരിപാടികൾ അടിപൊളി പരിപാടിയായിരുന്നു. 80 പേര് UK, അവരൊക്കെ തിരിച്ചുപോയി. 1-2 പേര് ഇവിടെ ഇരിപ്പുണ്ട്. 80 പേര് രാവിലത്തെ സെക്ഷൻ ഉണ്ടായിരുന്നു. 11 മണി മുതൽ 2 മണി വരെ കുർബാന ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാതെ നമ്മുടെ അച്ഛന്മാരുടെ ചെത്തുതൊഴിലാളികളെ പോലെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് നമ്മളിങ്ങനെ കുഴപ്പത്തിലായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങൾ മനോഹരമായി നിർത്താൻ വേണ്ടി ഇംഗ്ലീഷ് വൈദികൻ സഭ വിട്ടതാണ്, ന്യൂകാസിലിൽ ഇവിടുത്തെ ഹൈരാർക്കി വിട്ടതാണ്. ഇതിനൊക്കെ വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നത് നമുക്കറിയില്ല. പക്ഷേ ഈ അച്ഛൻ കടന്നു വരികയും ഒരു പൈസ പോലും മേടിക്കാതെ നമ്മുടെ കുർബാന ഇവിടെ നടത്തി തന്നു. ആ അച്ഛൻ തിരിച്ചുപോയി. ഇതുപോലെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന, ഉജ്ജ്വലമായിട്ട് പ്രവർത്തിക്കുന്ന, ആഹാരമുണ്ടാക്കുന്ന, നമുക്ക് ഫുഡ് സപ്ലൈ ചെയ്യുന്ന ആൾക്കാർ, ഇങ്ങനെയുള്ള ഒരുപിടി ആൾക്കാരുള്ള ഹൃദയംഗമായ നന്ദിയുമായിട്ട് ഇതിൻ്റെ കമ്മിറ്റി അംഗങ്ങൾ വരുന്നതിനൊപ്പം തന്നെ അവർക്കൊക്കെ ഒരു ബിഗ് ഹാൻഡ് കൊടുക്കുകയാണെങ്കിൽ എൻ്റെ ഹൃദയം ധന്യമായി എന്ന് ഓർപ്പിക്കുകയാണ്. അങ്ങനെ ന്യൂകാസിലെ ഈ കൺവെൻഷൻ ഒരു വിജയമാക്കി തീർക്കുമ്പോൾ അതിൻ്റെ ഭാഗവാക്കളാക്കുന്ന ചരിത്രത്തിൻ്റെ ഭാഗമാകുകയാണ് ഇരിക്കുന്ന ആൾക്കാർ. അല്ലാതെ ഇതൊരു കലാപരിപാടികൾ അല്ലെങ്കിൽ അങ്ങനെ സംഭവങ്ങളല്ല. ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ സദസ്സിന് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഇനി 2-3 പരിപാടികളേ ഉള്ളൂ. ആ പരിപാടികൾക്ക് ശേഷം സ്നേഹവിരുന്നും കഴിച്ചതിന് ശേഷം മനോഹരമായിട്ട് ദൈവവിശ്വാസത്തിൽ പ്രാർത്ഥനയോടുകൂടി സങ്കീർത്തനങ്ങൾ ആരംഭിച്ചുകൊണ്ട് നമുക്ക് മടങ്ങിപ്പോകാം. പരിപാടികൾ തുടരുകയാണ്. താങ്ക് യു വെരി മച്ച്.